ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സാൻവീസ് ടേസ്റ്റ് വേൾഡ്. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു മഷ്റൂം ബട്ടർ മസാല ഉണ്ടാക്കാം. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വെറും 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണിത്. ഞാനിവിടെ 250 ഗ്രാം മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്, ബട്ടൺ മഷ്റൂം. കുക്ക് ചെയ്യാൻ എടുക്കുന്നതിന് മുമ്പ് എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ട് തന്നെ എടുക്കണം. നമ്മൾ വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസം വെച്ചിട്ട് ഡേറ്റ് കഴിഞ്ഞിട്ടാണെങ്കിൽ യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മളിത് കട്ട് ചെയ്ത ശേഷം ഉപ്പും മഞ്ഞളും ഇട്ട വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കണം. എന്തെങ്കിലുമൊക്കെ വിഷാംശം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഈ മഷ്റൂം കട്ട് ചെയ്തെടുക്കാം. ഈ ഭാഗം നമുക്ക് ആവശ്യമില്ല. ഈ തൊലി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ഇത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ നമുക്കിതുപോലെ റിമൂവ് ചെയ്ത് മാറ്റാൻ വേണ്ടി പറ്റും. ചില സമയത്ത് അതിൽ ചെറിയ പൂപ്പലൊക്കെ പറ്റിയിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അത് റിമൂവ് ചെയ്ത് കളയാം. ഇനി ഇതിലൊന്നും തന്നെ കളയാനില്ല, ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ചെറിയ പീസസ് ആയിട്ടാണ് ഇത് കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. ഇനി ഈ പീസസൊക്കെ കുറച്ച് നേരം മഞ്ഞൾ വെള്ളത്തിലിട്ട് വെക്കാം. നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു സമയം ഇങ്ങനെ വെച്ചാൽ മതിയാവും. അതിനുശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർക്കുക. ബട്ടർ നന്നായിട്ട് മെൽട്ടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി കൂടെ ചേർക്കുക. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന മഷ്റൂം നന്നായിട്ട് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ മസാലയൊക്കെ മഷ്റൂമിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിക്കുന്നവരെ ഒരു 2 മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അടച്ച് വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം വേവാനുള്ള വെള്ളമൊക്കെ അതിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നോളും. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി മഷ്റൂം നല്ല അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ഇതുപോലെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടോ ഒക്കെ ഇതുപോലെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ഗ്രേവി തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മഷ്റൂം ഫ്രൈ ചെയ്ത അതേ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഏതാണെന്ന് വെച്ചാൽ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു സവോള ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. സവോള നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3-4 വലിയ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചെറിയ പീസാക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. എണ്ണ ഒഴിച്ച ഉടനെ കുറച്ച് ജീരകം ചേർക്കണമായിരുന്നു, ഞാൻ വിട്ടുപോയി. 1/2 ടീസ്പൂൺ ജീരകം ഞാൻ ചേർത്തിട്ടുണ്ട്. ഒരു സൈഡിലിട്ട് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം അതിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഓയിൽ ഒഴിച്ച ശേഷം ആദ്യം 1/2 ടീസ്പൂൺ ജീരകം ചേർക്കുക. അതിനുശേഷം സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് കൂടെ ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് അണ്ടിപ്പരിപ്പാണ്. ഞാനിവിടെ ഒരു 15 അണ്ടിപ്പരിപ്പ് ചേർക്കുന്നുണ്ട്. ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം കുറച്ച് നേരം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ചൂടാറിയ ശേഷം മാത്രം നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല മഷി പോലെ അരച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും. ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇനി നമ്മൾ നേരത്തെ മസാല വഴറ്റിയ അതേ പാനിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ നന്നായിട്ടൊന്ന് മെൽട്ടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1-2 പച്ചമുളക് അരിഞ്ഞത് ചേർക്കുക. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും, ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടുപൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ അരച്ചെടുത്ത മിക്സിയുടെ ജാറിൽ ഏകദേശം 1 ഗ്ലാസോളം വെള്ളം ചേർത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഗ്രേവി ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് കസൂരി മേത്തിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 ടീസ്പൂൺ അളവിൽ കസൂരി മേത്തി ചേർക്കുന്നുണ്ട്. ഉലുവയിൽ ഉണക്കി പൊടിച്ചെടുത്തതാണ് ഈ കസൂരി മേത്തി. കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ല. വലിയ വ്യത്യാസമൊന്നും വരില്ല ടേസ്റ്റിന്. നന്നായിട്ട് തിളച്ച് ഇതുപോലെ ബബിൾസ് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മഷ്റൂം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഏറ്റവും അവസാനമായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്രീം ചേർത്ത് കൊടുക്കാം. 2-3 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മഷ്റൂം ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യാനുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ഫ്രം സാൻവീസ് ടേസ്റ്റ് വേൾഡ്.